Hello, welcome. Welcome to the lectures of geomatics. നമ്മൾ ഇന്ന് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജി പി എസ് ആണ്. ജി പി എസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമുക്ക് ലൊക്കേഷനും പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജി പി എസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിൻ്റെ ബേസിലാണ്, എങ്ങനെയാണ് ഈ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇതിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജി പി എസ് എന്നുള്ളതിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ട്രൈലാട്രേഷൻ പ്രിൻസിപ്പിൾ. അതിനെ ട്രൈലാട്രേഷൻ എന്നാണ് പറയുക ആ ജി പി എസ് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിളിനെ. ട്രൈലാട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിങ് ദി അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് പൊസിഷൻ, ലൊക്കേഷനോ പൊസിഷനോ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ടു അറ്റ്ലീസ്റ്റ് 3 നോൺ പൊസിഷൻ. അറിയാവുന്ന 3 പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമായ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ട്രൈലാട്രേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ജി പി എസിൻ്റെ കാര്യത്തിൽ ഫോണിൻ്റെ റിസീവർ അല്ലെങ്കിൽ ജി പി എസ് റിസീവറിലേക്ക് ഒരുപാട് സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സാറ്റലൈറ്റും ജി പി എസ് റിസീവറും തമ്മിലുള്ള ദൂരം ഒരു റേഡിയസ് ആയിട്ട് വരുന്ന ഒരു വലിയ സർക്കിളിൻ്റെ ആ സർക്കിൾ, ഇപ്പോൾ ഇങ്ങനൊരു സർക്കിൾ ഉണ്ടാവും, ഈ സർക്കിളിൽ എവിടെയും ആവാം നമ്മുടെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഒരു സാറ്റലൈറ്റ് ആണെങ്കിൽ ആ സാറ്റലൈറ്റിന് ചുറ്റുമുള്ള വട്ടത്തിൽ സർക്കിളിൽ എവിടെയോ ആവാം നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയാൽ ആ 2 സാറ്റലൈറ്റിൻ്റെയും കൂടെയും ഇന്റർസെക്ഷൻ പോയിന്റ്, ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 ഇന്റർസെക്ഷൻ പോയിന്റ് അല്ലേ, ആ 2 ഇന്റർസെക്ഷൻ പോയിന്റിൽ എവിടെയോ ആവാം റിസീവർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി അത് മൂന്നാമത്തെ ഒരു സാറ്റലൈറ്റിൽ നിന്നും കൂടെ നമുക്ക് സിഗ്നൽ കിട്ടിയാൽ the position will become the intersection of these 3. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമൺ പോയിന്റ്, ഒരു സിംഗിൾ പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യപ്പെടും. സോ ഹിയർ യു ക്യാൻ സീ ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് റിസീവർ, അതാണ് റിസീവർ ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങനെ 3 ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന പൊസിഷൻ കണ്ടുപിടിക്കുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ ട്രൈലാട്രേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജി പി എസ്. ഇതാണ് ജി പി എസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജി പി എസ് ഈ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. 2, ആ ടൈം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാറ്റലൈറ്റ് റേഞ്ചിങ് അല്ലെങ്കിൽ സാറ്റലൈറ്റും റിസീവറും തമ്മിലുള്ള ദൂരം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാം. അതിനാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഈ ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അക്യുറേറ്റ് ഒരു പോയിന്റിന്റെ പൊസിഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലെ ആദ്യം ടൈം കാൽക്കുലേഷൻ നോക്കാം. എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ജി പി എസ് റിസീവർ നീഡ്സ് ടു ഡിറ്റർമിൻ ദ അക്യുറേറ്റ് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ ടേക്കൺ ബൈ ദ സിഗ്നൽ ടു ട്രാവൽ ഫ്രം സാറ്റലൈറ്റ് ടു റിസീവർ. സ്പേസിലെ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നല് താഴെ ഭൂമിയിൽ നമ്മളെ റിസീവറിലേക്ക് എത്താൻ എടുത്ത ആ സമയം, അത് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം, അക്യുറേറ്റ് ടൈമാണ് നമുക്ക് വേണ്ടത്. When a code generated by a satellite reaches the receiver, the receiver will generate the same code and tries to match it with the satellite code. ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇപ്പം സ്പേസിൽ മേലെ ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ടെന്ന്, ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഓക്കെ, താഴെ ഭൂമിയിൽ നമ്മുടെ റിസീവർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോണോ അങ്ങനെ റിസീവർ ഉണ്ട്. ഓക്കെ, മേലെന്ന് സാറ്റലൈറ്റിൽ നിന്നൊരു സിഗ്നൽ ഇങ്ങനെ താഴോട്ട് നമ്മളെ റിസീവർ വരെ എത്തും. ഈ റിസീവർ അത് സ്വീകരിച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു സിഗ്നൽ അത് റിസീവ് ചെയ്ത ഒരു സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഈ റിസീവർ ഉടനെ ചെയ്യുന്നത് ഇതുപോലത്തെ, നമുക്കിവിടെ കാണാൻ പറ്റും സെയിം കോഡ്, ഇതുപോലത്തെ ഒരു കോഡ് ഇവർ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു കോഡ് ഇവർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ റിസീവറിന്റെ കയ്യിൽ റിസീവ് ചെയ്ത സിഗ്നലുണ്ട്, അവർ ജനറേറ്റ് ചെയ്ത സിഗ്നലുണ്ട്, 2 സിഗ്നലുണ്ട്. ഈ 2 സിഗ്നലും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിൽ ടൈം കണ്ടുപിടിക്കുന്നത്. ദേ കമ്പയർ ദീസ് 2 സിഗ്നൽ, ഈ 2 സിഗ്നലിനെ കമ്പയർ ചെയ്യും. അപ്പോൾ ഒരു സിഗ്നൽ മേലെന്ന് വരുമ്പോൾ അത് അവിടുന്ന് സെൻഡ് ചെയ്ത ടൈം നമുക്കറിയാം, ഇവിടെ റിസീവ് ചെയ്ത ടൈം അറിയാം. ആൻഡ് ജനറേറ്റ് ചെയ്ത സിഗ്നൽ വെച്ചിട്ട് 2ഉം കൂടെ കമ്പയർ ചെയ്യും. ആ കമ്പാരിസണിൽ നിന്നാണ് ആക്ച്വലി ടൈം കിട്ടുന്നത്. നമ്മളതിനെ ഡിലേ അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയും. സോ ടൈം കണ്ടുപിടിക്കുന്നത് സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽ റിസീവ് ചെയ്തിട്ട് അതേപോലത്തെ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്ത സിഗ്നലും റിസീവ് ചെയ്ത സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ടൈം കാൽക്കുലേഷൻ. ഓക്കെ,
ഇനി ടൈം കാൽക്കുലേഷനകത്ത് ദി സിഗ്നൽ ബ്രോഡ്കാസ്റ്റ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സിഗ്നൽ ബ്രോഡ്കാസ്റ്റ് അവിടുന്ന് വരുന്ന സിഗ്നലും അതുപോലെ നമുക്ക് കിട്ടിയ സിഗ്നലും തമ്മിലുള്ള കമ്പാരിസണിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടൈം കിട്ടുന്നത്. ഓക്കെ, ഇനി സാറ്റലൈറ്റ് റേഞ്ചിങ് എന്നുള്ളതാണ് രണ്ടാമത്തത്. സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് അല്ലെ, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് സാറ്റലൈറ്റ് ഫ്രം GPS റിസീവർ അല്ലെ ടു സാറ്റലൈറ്റ്. മുകളിലുള്ള സാറ്റലൈറ്റും താഴെ ഭൂമിയിലുള്ള റിസീവറും തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ആണ് സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യാൻ വി ഹാവ് ടു മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് കോൾഡ് കോഡ് ഫേസ് മെഷർമെന്റ് ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് കോൾഡ് കാരിയർ ഫേസ്. ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട്, കോഡ് ഫേസ് മെഷർമെന്റും ഉണ്ട്, കാരിയർ ഫേസ് മെഷർമെന്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് പരിചയപ്പെടാം. ആദ്യം റേഞ്ചിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോഡ് ഫേസ് മെഷർമെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. കോഡ് ഫേസ് മെഷർമെന്റ്. ഓക്കെ, ഒരു സാധാരണ ഒരു സിഗ്നൽ, ഒരു GPS സിഗ്നലിനകത്ത് കോഡും ഉണ്ട് കാരിയറും ഉണ്ട് അല്ലെ. നമ്മൾ GPSന്റെ സിഗ്നൽ സ്ട്രക്ചർ പറഞ്ഞാണ്. കാരിയർ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ആള്, പിന്നെ അതിനകത്ത് കോഡ് ഉണ്ട്, P കോഡും Y കോഡും ഒക്കെ അടങ്ങിയ റേഞ്ചിങ് കോഡ് ഉണ്ട് അല്ലെ. പിന്നെ അത് കൂടാതെ നാവിഗേഷൻ കോഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, റേഞ്ചിങ് കോഡുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി റേഞ്ചിങ് കോഡ്, P കോഡ് Y കോഡ് എന്ന് പറയുന്ന കോഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അത് ഉപയോഗിച്ചുള്ള മെത്തേഡിനെയാണ് കോഡ് ഫേസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ കോഡ് ഫേസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ യൂസ് കോഡ്സ്, റേഞ്ചിങ് കോഡാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ the distance between the satellite and receiver is given by distance is equal to velocity into time, where velocity is the velocity of the code. സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന കോഡിന്റെ വെലോസിറ്റി ആണ് ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ്, കാരണം ഒക്കെ EM വേവ്സ് ആണ്. അപ്പൊ അതിന്റെ സെയിം, ആ സിഗ്നലിന്റെ സെയിം വെലോസിറ്റി തന്നെ ആയിരിക്കും അല്ലെ. വെലോസിറ്റി ഓഫ് സിഗ്നലും വെലോസിറ്റി ഓഫ് ലൈറ്റും 3 × 10⁸ എന്ന് പറയുന്ന വെലോസിറ്റി ആയിരിക്കും. ആ വെലോസിറ്റി അറിയാം നമുക്ക്. പിന്നെ ടൈം നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ വെലോസിറ്റിയും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനെയാണ് കോഡ് ഫേസ് മെഷർമെന്റ് ചെയ്യുന്നത്. അപ്പൊ കോഡ് ഫേസ് മെഷർമെന്റിൽ എന്താ ചെയ്യുന്നത്, മേലെ നിന്ന് വരുന്ന സിഗ്നല് അതിൽ നമ്മൾ എടുക്കുന്നത് കോഡിനെയാണ് അല്ലെ. കാരിയറും കോഡും നാവിഗേഷൻ കോഡൊക്കെ അതിനകത്തുണ്ട്, നമ്മൾ എടുക്കുന്ന അതിലെ കോഡാണ്. ആ കോഡ് റേഞ്ചിങ് കോഡ് എടുക്കുക. ആ റേഞ്ചിങ് കോഡിന്റെ സ്പീഡ് നമുക്കറിയാം, വെലോസിറ്റി നമുക്കറിയാം, 3 × 10⁸ ആണ്. ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസീവ് ചെയ്തിട്ട് അതേപോലത്തെ ഒരു കോഡും കൂടെ ജനറേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ ടൈമും കിട്ടും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ഇതാണ് കോഡ് ഫേസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ സാറ്റലൈറ്റ് റേഞ്ചിങ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് കാരിയർ ഫേസ് മെഷർമെന്റ് അല്ലെ. കാരിയർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസിനെ താഴോട്ട് കൊണ്ടുവരുന്ന വെഹിക്കിൾ ആണ് അല്ലെ. L1 L2 L5 എന്നൊക്കെ പറയുന്ന വെഹിക്കിൾ ആണ് കാരിയർ എന്ന് പറയുന്നത്. ആ കാരിയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെയാത്, ഇവിടെ കാരിയർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇതിനകത്ത് ആ കാരിയറിന്റെ നമ്പർ ഓഫ് വേവ്സും ഒരു വേവിന്റെ വേവ് ലെങ്ത്തും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ കാണിക്കാം. ഇപ്പൊ മുകളില് ഇപ്പോൾ ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട് വിചാരിക്കാം, മുകളിൽ സാറ്റലൈറ്റ് ഉണ്ട്. ഓക്കെ, താഴെ എർത്തിനകത്ത് നമ്മുടെ റിസീവർ ഉണ്ട്. ദിസ് ഇസ് ദ റിസീവർ. ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന നമ്പർ എത്ര വേവ് എത്തി നോക്കുക. സി, ഇതൊരു വേവ്, 2 3 4 5 6 6 5.5 അല്ലെ. ഇപ്പൊ ഇവിടെ 5 + ½ വേവാണ് എത്തിയത് അല്ലെ. ഞാനിപ്പോ ഇങ്ങനെ വരച്ചപ്പോ, അപ്പൊ ഇവിടെ ഇതിന് ഒരു വേവിന്റെ ലെങ്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വേവിന്റെ ലെങ്ത് ലാംഡ എന്നായിരിക്കാം. വേവ് ലെങ്ത് ഓഫ് 1 വേവ്, ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അല്ലെ, ഇതല്ല ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരിക, 5 ലാംഡ പ്ലസ് പിന്നെ ½ ലാംഡ വരും അല്ലെ, പകുതി ലാംഡ അല്ലെ. ഇതാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോ കാരിയർ ഫേസ് മെഷർമെന്റ് ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു L lambda + 5, വേർ L ഈസ് ദി നമ്പർ ഓഫ് കാരിയർ, എത്ര വേവ് ഉണ്ട്, നമ്പർ ഓഫ് വേവ് എത്രയാണെന്നുള്ളത്. ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേവ് ലെങ്ത് ആൻഡ് 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ. അവിടെ നമുക്ക് ഒരു ബാക്കി കഷ്ണം ഉണ്ടാവില്ലേ, എത്രയാണ് ഇപ്പൊ ½ വേവ്, 3/4 വേവ്, 1/4 വേവ് എന്ന് പറഞ്ഞാൽ ആ ബാക്കി വേവ് ആണ്, ഫ്രാക്ഷൻ ആണ് 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ് L lambda + 5 എന്ന് പറയും.
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റേഞ്ചിങ് ചെയ്യാൻ രണ്ട് മെത്തേഡ്, കോഡ് ഫേസ് മെഷർമെന്റും കാരിയർ ഫേസ് മെഷർമെന്റും. ഓക്കെ, ഇനി അടുത്തത് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എക്സാക്ട് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, a GPS receiver determine its position using signal obtained from the different satellite. Okay, let the position of receiver be XYZ. ഭൂമിയിലുള്ള GPS റിസീവറിന്റെ പൊസിഷൻ XYZ ആണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് സ്പേസിലുള്ള സാറ്റലൈറ്റുകളുടെ പൊസിഷൻ തന്നിട്ടുണ്ട്, നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് X1 Y1 Z1, X2 Y2 Z3, അങ്ങനെ X3 Y3 Z3 ആൻഡ് X4 Y4 Z4. അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ് ഉള്ളതാണ് ഏറ്റവും അക്യുറസിക്ക് നല്ലത്, അല്ലെ? അപ്പൊ നമ്മൾ 4 സാറ്റലൈറ്റ് ഇവിടെ കൺസിഡർ ചെയ്തു. സിഹിയ എർത്തിനകത്ത് നമ്മുടെ റിസീവർ ഉണ്ട്, അതിന്റെ പൊസിഷൻ XYZ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാറ്റലൈറ്റ് 1, ഓക്കെ, അതിന്റെ പൊസിഷൻ X1 Y1 Z1. അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് റേഞ്ചിങ് ചെയ്താൽ ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റും R1. അതേപോലെ സാറ്റലൈറ്റ് 2, അതിന്റെ പൊസിഷൻ X2 Y2 Z2, ഡിസ്റ്റൻസ് R2. സിമിലർലി സാറ്റലൈറ്റ് 3 ആൻഡ് സാറ്റലൈറ്റ് 4. ഇവിടെ നോക്കൂ, നമുക്ക് രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ് അറിയാൻ വിചാരിക്കും. ഇപ്പൊ പോയിന്റ്, ഇപ്പോൾ എ എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ, അതേപോലെ ബി എന്നുള്ള പോയിന്റ് ഇവിടെ. എന്റെ പോയിന്റിന്റെ കോർഡിനേറ്റ് X1 Y1 Z1 ആണെങ്കിൽ, അതേപോലെ ബിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് X2 Y2 Z2 ആണെങ്കിൽ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വി ഹാവ് ഇക്വേഷൻ. നമ്മളെല്ലാവരും മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണ്, അല്ലെ? റൂട്ട് ഓഫ് എങ്ങനെ വരാം, X1 മൈനസ് X2 സ്ക്വയർ, അല്ലെ, പ്ലസ് Y1 മൈനസ് Y2 സ്ക്വയർ പ്ലസ് Z1 മൈനസ് Z2 സ്ക്വയർ. ഇങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ വരിക. ഇതേ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. സി, നമ്മൾ ആദ്യത്തെ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ അവിടെ ആ സാറ്റലൈറ്റും റിസീവർ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞു, അല്ലെ? അതിനെ ആ ഇക്വേഷൻ തന്നെ സ്ക്വയർ ചെയ്താൽ R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു X മൈനസ് X1 സ്ക്വയർ പ്ലസ് Y മൈനസ് Y1 സ്ക്വയർ പ്ലസ് Z മൈനസ് Z1 സ്ക്വയർ പ്ലസ് D സ്ക്വയർ, വേർ D എന്ന് പറയുന്നത് അതിലെ സാറ്റലൈറ്റിലെ എറർ ആണ്, അതോടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും അതിന്റെ ഇക്വേഷൻ. ഓക്കെ, R1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ഫസ്റ്റ് സാറ്റലൈറ്റ്. XYZ എന്ന് പറഞ്ഞാൽ റിസീവറിന്റെ ലൊക്കേഷൻ ആണ്. X1 Y1 Z1 എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിന്റെ പൊസിഷൻ, അല്ലെ? D എന്ന് പറഞ്ഞാൽ ക്ലോക്ക് എറർ ആണ്, സാറ്റലൈറ്റിലെ ക്ലോക്ക് എറർ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയപ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയാൽ R1 എന്ന ദൂരത്തിലുള്ള ഒരു സർക്കിളിൽ എവിടെയോ ആണ് നമ്മുടെ പൊസിഷൻ എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. എവിടെയാണെന്ന് അറിയില്ല, ഈ സർക്കിളിൽ എവിടെയോ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ കിട്ടി. അപ്പോൾ ഇക്വേഷൻ R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു X മൈനസ് X2 സ്ക്വയർ പ്ലസ് Y മൈനസ് Y2 സ്ക്വയർ പ്ലസ് Z മൈനസ് Z2 സ്ക്വയർ പ്ലസ് D സ്ക്വയർ എന്നാവും, അല്ലെ? രണ്ടാമത്തെ. അപ്പോൾ ഇപ്പൊ R1 എന്നുള്ള സർക്കിളിലും R2 എന്ന സർക്കിൾ, ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർഫറൻസിൽ എവിടെയോ ആണ് നമ്മുടെ പോയിന്റ്, അല്ലെ? അപ്പൊ 2 പോയിന്റ് ഉണ്ട്, അതിൽ എവിടെയോ ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്താൽ R1 സ്ക്വയർ, R2 സ്ക്വയർ, R3 സ്ക്വയർ ആൻഡ് R4 സ്ക്വയർ, ഇങ്ങനെ 4 ഇക്വേഷൻസ് കിട്ടും, അല്ലെ? ഇവിടെ നോക്കൂ, നമുക്ക് 4 ഇക്വേഷൻ ഉണ്ട്, 4 അൺനോൺ ഉണ്ട്. അൺനോൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ റിസീവറിന്റെ പൊസിഷൻ XYZ, അതേപോലെ D എന്ന വാല്യൂ, X1 Y1 X2 Y2 ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കറിയാതെ റിസീവറിന്റെ പൊസിഷനും ക്ലോക്കർ ആയ D ആണ്. അപ്പൊ 4 ഇക്വേഷൻ 4 അൺനോൺ, സോൾവ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 4 ഇക്വേഷനും സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി പൊസിഷൻ ഓഫ് XYZ. ആ പൊസിഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സി, ആദ്യം ഫസ്റ്റ് സാറ്റലൈറ്റ്, സെക്കൻഡ് സാറ്റലൈറ്റിന്റെ ഇന്റർസെക്ഷൻ ആയി, മൂന്നാമത്തെ സാറ്റലൈറ്റ്, നാലാമതൊരു സാറ്റലൈറ്റും കൂടി വന്നാൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസീവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു GPS ഓരോ റിസീവറിന്റെയും പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് ലെക്ചർ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് GPS, അല്ലെ? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രൈലാറ്ററേഷൻ ആണെന്ന് പറഞ്ഞു, അല്ലെ? മിനിമം 3 സാറ്റലൈറ്റ് ഉണ്ടായാൽ മതി, അല്ലെ? 4 സാറ്റലൈറ്റ് ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്, അക്യുറസി കൂടും. അതുകൊണ്ടാണ് നമ്മൾ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4 എടുത്തത്. ഓക്കെ, അക്യുറസി കൂടാൻ 4 ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇതില് ടൈം കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു, അല്ലെ? ടൈം സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലും റിസീവർ പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു സിഗ്നൽ ഉണ്ടാകും, ജനറേറ്റ് ചെയ്ത സിഗ്നൽ, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ടൈം കിട്ടുന്നത്. then സാറ്റലൈറ്റ് റേഞ്ചിങ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ് ഉണ്ടായിരുന്നു, അല്ലെ? കാരിയർ ഫേസും കോഡ് ഫേസും, അല്ലെ? കോഡ് ഫേസ് മെഷർമെന്റും അതേപോലെ
കാരിയർ ഫേസ് മെഷർ. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പറഞ്ഞത്. ഓക്കെ, സോ താങ്ക് യു.